ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിയിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ ക്യാരക്ടർ കാരണം നമ്മുടെ ഓടിനെ ഫ്രോഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ഇപ്പം ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2-3 പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളതൊരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ചാനലിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ എന്നാൽ 6K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേനെ. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ ഓടിൻ്റെ മേലെ ഇങ്ങനൊരു അലിഗേഷൻ വരാനുള്ള കാരണം മെയിനായിട്ടും നമ്മുടെ ഗെക്കോ മോറിയാണ്. നമുക്കറിയാം, ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കവർ സ്റ്റോറിയിൽ നമ്മുടെ യാമട്ടോ അവസാനം ഒരു ഗ്രേവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ആ ഗ്രേവ് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പേരിലാണ് ഉള്ളത്, കോസുക്കി മോറിയ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാവരും പറയാൻ തുടങ്ങി നമ്മുടെ ഗെക്കോ മോറിയ ശരിക്കും വാനോയിൽ നിന്നുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് നമ്മുടെ ഗെക്കോ മോറിയക്ക് ഇത്രക്കും ഹൈപ്പ് കിട്ടാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ മോറിയ തൻ്റെ കൺട്രിക്ക് വേണ്ടി നമ്മുടെ കായ്ഡോൻ്റെ ഒരു ഫൈറ്റ് ചെയ്തിട്ട് തൻ്റെ ക്രൂവിനെ നഷ്ടപ്പെട്ട് എന്നിട്ടും വീണ്ടും നമ്മുടെ കൺട്രി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലൂഫിയും നമ്മുടെ മറ്റ് സ്ട്രോ ഹാറ്റ്സും കൂട്ട് അവിടെ വന്ന് നമ്മുടെ ഗെക്കോ മോറിയനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൂഫിയൊക്കെ അവിടെ വെച്ച് ചെയ്തത് കാരണമാണ് നമ്മുടെ വാനോ ഇത്രയും കാലവും ലിബറേറ്റ് ചെയ്യാതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മോറിയനെ കൊണ്ടൊന്നും എന്തായാലും ആ ടൈമിലുള്ള മോറിക്ക് എന്തായാലും നമ്മുടെ കായ്ഡോനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാവരും നമ്മുടെ മോറിയനെ വലിയൊരു ഹീറോ ആയിട്ട് തന്നെ കാണാൻ തുടങ്ങി. അതും പോരാഞ്ഞിട്ട് മോറിയ വാനോയിൽ നിന്നുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഇപ്പം മോറിയക്കും നമ്മുടെ പോണിഗ്ലിഫ് വായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിനുള്ള കാരണമായിട്ട് എല്ലാവരും പറയുന്നത് നമ്മുടെ ഓടിന് ഇത് വായിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മോറിയക്കും ഇത് സാധിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം മോറിയയും വാനോ എന്നുള്ള ആളാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോറിയക്കുള്ള ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ 1 ബേസിലുള്ളതിൽ വെച്ച് ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പോണിഗ്ലിഫ് വായിക്കാനുള്ള കഴിവ്. അപ്പോൾ അത് മോറിയക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ളതിൽ 2 പേർക്ക് മാത്രമാണ് ഇതിന് സാധിക്കുക. ഒന്ന് നമ്മുടെ റോബിനും ഒന്ന് നമ്മുടെ മോറിയക്കും. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടി നമ്മുടെ മോറിയക്ക് നമ്മുടെ സ്റ്റോറിയിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെയുള്ളൊരു കോമഡി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലൂഫിനെ എല്ലാവരും വില്ലനായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ത്രില്ലർ പാർക്കിൽ നമ്മുടെ മോറിയനെ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സംഭവത്തിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? നമ്മുടെ മോറിയ ഒരു ഹീറോ ആയി മാറിയ സംഭവത്തിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്ന മറ്റൊരു കാണുന്നതിൽ ബൈ.